ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് റിംഗ് ഇട്ട് കളിക്കുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. റിംഗ് ഇട്ട് കളിക്കാൻ നമ്മൾ ഇവിടെ കുറച്ച് സാധനം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിംഗ് ഇട്ട് കളിക്കുന്നത് കണ്ടിട്ട് പോകാം. ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് റിംഗ് ഇട്ട് കളിക്കുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. റിംഗ് ഇട്ട് കളിക്കാൻ നമ്മൾ ഇവിടെ കുറച്ച് സാധനം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിംഗ് ഇട്ട് കളിക്കുന്നത് കണ്ടിട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ റിംഗ് ഇട്ട് ഇന്ന് കളിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ് ഉണ്ട്, ഡാർക്ക് ഫാൻറ്റസി ഉണ്ട്, പിന്നെ കിൻഡർ ജോയ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു റോളുണ്ട്, ചോക്ലേറ്റ് റോളുണ്ട്, പിന്നെ അതേപോലെ തന്നെ മിഠായി ഉണ്ട്, പിന്നെ ലേസ് ഉണ്ട്, കിറ്റ്കാറ്റ് ഉണ്ട്, ഹലോ പാണ്ട ഉണ്ട്, പിന്നെ സ്നിക്കേഴ്സ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു അൽമറയുടെ ഒരു ജ്യൂസും ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്പൂസ് റിങ് എറിഞ്ഞ് കളിക്കുന്ന നമുക്ക് നോക്കാം. ആദ്യം അപ്പൂസ് എറിയും. അതിൽ അപ്പൂസിന് ഏത് കിട്ടുന്നോ അത് അപ്പൂസ് എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൂസ് കളിക്കും. ഒരാൾക്ക് 5 വട്ടം എറിയാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പൂസ് എറിയും. ഇപ്പൂസിന് ഏത് കിട്ടുമോ നമുക്ക് നോക്കാം. കിൻഡർ ജോയ് കിട്ടുമോ, കിറ്റ്കാറ്റ് കിട്ടുമോ, ഏത് കിട്ടുമോ നമുക്ക് നോക്കാം. അത് എറിഞ്ഞെടുക്കണം. ആ റിങ് എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് എറിഞ്ഞിട്ട് ഏത് കിട്ടുന്നോ അത് എടുത്തോ. അതാണ് ഗൈസ്. ഏത് എറിഞ്ഞെടുക്കും ഇപ്പൂസ്? അതാണ് കിൻഡർ ജോയ് ആണ് എറിഞ്ഞിടാൻ പോകുന്നത്. ബാക്കിയുള്ളത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഗൈസ് ഇപ്പോൾ എറിയാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ റിങ് എറിഞ്ഞിട്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇപ്പൂസിന് ഭയങ്കര ആഗ്രഹം റിങ് എറിഞ്ഞ് കളിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്തു. ഇവിടെ നമ്മുടെ ചെറിയ ടേബിളാണ്. അപ്പം ഇവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പം നമുക്കിവിടെ റൂമിൽ നല്ലൊരു ലൈറ്റുണ്ട്. ലൈറ്റിൻ്റെ ഒരു ഇതുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം. നമുക്ക് വെളിയിൽ നിന്നുള്ളൊരു ഇതാണ് വരുന്നത്. അവിടുന്ന് നല്ല സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ജനലാണിത്. മഴയൊക്കെ പെയ്ത് വെച്ച് കുറച്ചൊക്കെ അഴുക്കായി ഇരിക്കുകയാണ് വെളിയിൽ. പക്ഷേ നമ്മൾ ഗ്ലാസ്സൊക്കെ തുടച്ചിട്ടേക്കുവാണ്. അപ്പം ഇവിടെ അതുകൊണ്ട് നല്ല വെട്ടമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ റൂം സെലക്ട് ചെയ്തത്. നമ്മുടെ ബെഡ്റൂമാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഠായി ഉണ്ട്, അതേപോലെ തന്നെ ലേസ് ഉണ്ട്, കിറ്റ്കാറ്റ് ഉണ്ട്, ഹലോ പാണ്ട ഉണ്ട്, ഒരു ചോക്ലേറ്റ് റോളുണ്ട്, പിന്നെ അതേപോലെ തന്നെ കിൻഡർ ജോയ് ഉണ്ട്, ഡാർക്ക് ഫാൻറ്റസി ഉണ്ട്, ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ ഒരു ജ്യൂസും ഉണ്ട് കേട്ടോ. അപ്പം ആരൊക്കെ എറിഞ്ഞു ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പൂസേ ഇത് കേക്ക് ഇതെങ്ങനെ കളിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിങ് എടുത്തിട്ട് അവിടെ നിന്നുകൊണ്ട് എറിയണം. ഓക്കെ. ഇപ്പൂസിന് ഞാൻ കസേര വെച്ച് തരും, ആ സ്റ്റൂൾ വെച്ച് തരും കേട്ടോ. അത് എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് ഏത് സാധനം വേണ്ടതെന്ന് വെച്ചാൽ അതിലോട്ട് എറിയണം. ഓക്കെ. അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് എറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ. അവിടെ നിന്നുകൊണ്ട് എറിയണം. ഓക്കെ. അപ്പം എന്നിട്ട് ഇത്തരം ഏത് വീഴുന്നോ ആ സാധനം ഇപ്പൂസിന് എടുക്കാം. അതുപോലെ തന്നെ അപ്പൂസിന്. അങ്ങനെ ഒരാൾക്ക് 5 പ്രാവശ്യം എറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. നീ പറഞ്ഞു കേട്ടോ. ഇപ്പൂസ് പറഞ്ഞു കേട്ടോ. 5 വട്ടം എറിയാൻ പറ്റുള്ളൂ. 5 വട്ടത്തിൽ ഏത് സാധനം കിട്ടുന്നോ ആ റിങ് വീഴുന്നോ അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിങ് ഇങ്ങനെ വീഴണം, ഇങ്ങനെ വന്ന് വീഴണം, എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വീണാൽ കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ വീണാൽ കിട്ടുന്നില്ല കേട്ടോ. ഇങ്ങനെ വീണാൽ തരത്തില്ല. ഈ റിങ്ങിൻ്റെ അകത്ത് വരണം ഈ സാധനം. ഓക്കെ കേട്ടോ. അതേപോലെ തന്നെ ഹലോ പാണ്ടയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ വീണാൽ ഹലോ പാണ്ട കിട്ടത്തുള്ളൂ ഇപ്പൂസിന് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പൂസ് റെഡിയാണോ? ആണോ? ഓക്കെ. എന്നാൽ ഇച്ചൂടെ പുറമോട്ട് ഇറങ്ങുന്നു. ഇച്ചൂടെ മാറി എഴുന്നേക്ക് ഞാൻ വെച്ചുതരാം. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയെന്നോ. കയറി നിൽക്ക് നിന്നാലേ കാണുള്ളൂ. എന്നാലേ കറക്റ്റ് ടേബിൾ കിട്ടുള്ളൂ. ഇച്ചിരി പുറകോട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഇപ്പൂസ് എറിയാൻ പോവാണ്. അപ്പോൾ ഓക്കെ ഇപ്പൂസേ എറിഞ്ഞോ. ഫസ്റ്റ് വൺ. അങ്ങനെ പറയണ്ട. ഓക്കെ. എങ്ങനെ എറിഞ്ഞോ. ഇങ്ങനെ എറിയാൻ ഇങ്ങനെ. പതുക്കെ അറിയണം ഗൈസ്. ഇപ്പൂസ് എറിഞ്ഞ് വേറെ വഴിക്ക് പോയി ഗൈസ്. അടുത്ത ഇപ്പൂസ് ട്രൈ ആണ്. ഒന്നുകൂടെ ഇപ്പൂസ് ആദ്യം ട്രയൽ കേട്ടോ. ട്രയൽ എറിഞ്ഞ് നോക്കുവാണ്. അപ്പോൾ അത് നോക്കാം നമുക്ക്. അതിൻ്റെ മണ്ടക്കോട്ട് എറിയാൻ നോക്കും. ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ഇട്. ഓക്കെ. എറി. അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പൂസ് ഏതാ എറിഞ്ഞെടുക്കും എന്നുള്ളത്. ഇത് ട്രയൽ എറിഞ്ഞോ. കുഴപ്പമില്ല. എറിഞ്ഞോ. ഇല്ല എറിഞ്ഞു. ഓ ഇല്ല ഇത് ട്രയലാ. ഇപ്പൂസ് എറിഞ്ഞ് പഠിക്കുക. ഇപ്പൂസ് കൊച്ചു കുഞ്ഞല്ലേ. അപ്പോൾ അവനെ എറിഞ്ഞ് പഠിക്കുക.
അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന പറയാം കേട്ടോ. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ആയിട്ടില്ല. ഇപ്പോസ് ഇങ്ങനെ എറിഞ്ഞ് പഠിക്കുവാണ് എത്രയോട്ട് എറിഞ്ഞിടും എന്നുള്ളത്. ആ എറിഞ്ഞോ. ഓ ഗൈസ് ട്രയൽ ചെയ്ത് പഠിച്ച് ഇപ്പം ഈ സാധനങ്ങളെല്ലാം ഇവിടുന്ന് തെറിപ്പിക്കുന്ന ലക്ഷണമാണ്. ഓ ഹലാപ്പാണ്ടയുടെ ദേഹത്ത് മൊത്തം വീണില്ല, പാതി വീണുള്ളൂ കേട്ടോ. ആ അയ്യോ അത് അങ്ങോട്ടാ പോയത്. ഓക്കെ അപ്പം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അപ്പം ഫസ്റ്റ് ഇപ്പൂസ് എറിയാണ് കേട്ടോ. ഇപ്പൂസെ റെഡി 1 2 3 പറയും. അത് കഴിഞ്ഞിട്ട് ഇപ്പൂസ് എറിയുക. 5 ടൈംസ് എറിയാൻ പറ്റുള്ളൂ. അത് ആ ടേബിളിൽ തന്നെ വീഴണം, ആ സാധനത്തിന്റെ മണ്ടയ്ക്ക് വീഴണം. ഓക്കെ കേട്ടോ, എന്നാലേ സാധനം കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഡാഡി റെഡി 1 2 3 പറയാൻ പോ കേട്ടോ. റെഡി 1 2 3 ഓക്കെ. അപ്പോൾ ഗൈസ് അത് താഴെയാണ് പോയത്. അപ്പം ഒന്നാമത്തെ ചാൻസ് കഴിഞ്ഞു ഇപ്പൂസിന്. ഇനി 4 ചാൻസ് ഉള്ളൂ, 4 ചാൻസ് ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങോട്ട് എറിയണം, ഇങ്ങോട്ട് ഈ ടേബിളിലോട്ട് എറിയണം. കാണാം, അവിടെ നിന്നാ അവിടെ നിൽക്കാനേ പറ്റുള്ളൂ. അവിടെ നിന്ന് എല്ലാവരും എറിയുന്നത്. ആ എറി എറി എറി. അപ്പം രണ്ടാമത്തെ ചാൻസ് ഇപ്പൂസിന്റെ. ഓ ഗൈസ് അവല് കിൻഡർ ജോയ് ആണ് വേണ്ട, അതിനാണ് ഉന്നം വെക്കുന്നത്. പക്ഷെ ഒന്നും നടക്കുന്നില്ല ഗൈസ്. ആ ഇങ്ങനെ ഇടണ്ട, ഇങ്ങനെ ഇങ്ങനെ. നീ നോക്ക്, ട്രൈ ചെയ്യ്. രണ്ടാമത്തെ ചാൻസ്, സെക്കൻഡ് ഇട് ഇട്. ബാബാ നിക്ക്. അച്ചാച്ചൻ എറിയുന്നുള്ളോ? നീ എറിയുന്നില്ലേ? പറ്റത്തില്ലേ? അപ്പം അങ്ങനെ ഇപ്പൂസ് മാറി. നമുക്ക് ഇപ്പൂസിനെ കൊണ്ട് അടുത്ത വട്ടം എറിയിപ്പിക്കാം, ലാസ്റ്റ് എറിയിപ്പിക്കാം. അപ്പം എന്നാ അപ്പൂസാണ് അടുത്ത് എറിയാൻ പോകുന്നത്. ഓക്കെ അപ്പൂസേ 2 3 സ്റ്റാർട്ട്. അപ്പം ഫസ്റ്റ് അപ്പൂസ് ഇതായി, അപ്പൂസ് ഫെയിലായി. അപ്പൂസിന്റെ ഫസ്റ്റ് ചാൻസ് പോയി. അപ്പൂസ് ഒരു കാര്യം ചെയ്യും, അത്തേല് നിന്ന് താഴെ നിന്നെറിയാൻ പറ്റുവാണെങ്കിൽ നിന്നെറിഞ്ഞോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഒത്തിരി മണ്ടക്കോട്ട് പോയല്ലോ. അപ്പോൾ രണ്ടാമത്തെ എറിയുന്നു, രണ്ടാമത്തെ ചാൻസ് തോറ്റു, രണ്ടാമത്തെ ചാൻസ് ഫെയിലായി. അപ്പോൾ കൊടുക്ക്. അപ്പോൾ മൂന്നാമത്തെ ഗൈസ് അത് കിട്ടിയില്ല. ഡാർക്ക് ഫാന്റസിയുടെ ഏകദേശം അടുത്തോടെ വന്ന്, പക്ഷെ പോയി. ഇപ്പം 3 വട്ട് ആയില്ലേ. ഇനി 4th ചാൻസ് ഗൈസ്, അതും പോയി ഗൈസ്. ഇനി അടുത്ത ലാസ്റ്റ് ചാൻസ് ആണ്, ലാസ്റ്റ് ഓൺലി 1 and last ചാൻസ്. ആ കൊടുക്കുക. അച്ചാച്ചനെ അറിയുന്ന അച്ചാച്ചൻ ഇട്ട് കഴിഞ്ഞിട്ട് മോനിട. അച്ചാച്ചനെ ഇട്ട, അച്ചാച്ചൻ ഇട്ട് കഴിഞ്ഞിട്ട് മോനിട. അപ്പം ഗൈസ് ലാസ്റ്റ് ചാൻസ് അപ്പൂസിന്റെ. അപ്പൊ ഗൈസ് ഒന്നും കിട്ടിയില്ല ഗൈസ്. ഇനി ഇപ്പൂസിന് 3 ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൂസിന്റെ 3 ചാൻസ് ഇപ്പൂസ് ഇടാൻ പോവാണ്. അതിന്റെ മണ്ടയ്ക്ക് എറിയുന്നോ? ആ എന്നാ അവിടെ നിന്നിട്ട്. അപ്പൊ ഇപ്പൂസ് ഇടുന്ന് നോക്കാം. ഗൈസ് കിട്ടിയില്ല ഗൈസ്, അത് താഴെ പോയി. ഓ ഹലോ പാണ്ട്. അതെടുത്തോ. നിനക്കൊള്ളാം. നീ റിങ് ഇട്ടവർക്ക് ഉള്ളതാണ് സമ്മാനം. അപ്പൊ ഹലോ പാണ്ടാണ് ഇപ്പൂസ് കിട്ടിയത്. നൈസായിട്ട് അടുത്തൊക്കെ ഇട്ട് നോക്കുന്നു ഗൈസ്. ഇത് നടക്കത്തില്ല. ഇപ്പൂസ് മാറി നിന്ന് അറിയണോ. അപ്പൊ കിറ്റ്കാറ്റ് കഴിഞ്ഞു ഫിനിഷ്. ചാൻസ് കഴിഞ്ഞു, ഇനിയില്ല. കഴിഞ്ഞു. ആ ഓ ഗൈസ്. അപ്പൊ എന്റെ ഗൈസ് ഇപ്പൂസിനെ കൊണ്ട് ഒരു രക്ഷയില്ല ഗൈസ്. കിൻഡർ ജോയ് കിട്ടാൻ വേണ്ടി അവൻ നോക്കി അടുത്തെന്ന് പറഞ്ഞ്. നമുക്കന്ന് ഒരു കാര്യം കൂടെ ചെയ്യുന്നതിനകത്ത് ആരും ഇതായിട്ടില്ല. അപ്പം ഇപ്പൂസ് നൈസായിട്ട് അതെടുത്തോണ്ട് പോയി. അപ്പോൾ ബാക്കിയുള്ള സാധനം വെച്ചിട്ട് നമുക്കിനി അപ്പൂസിന് ഒരു ചാൻസ് കൂടെ കൊടുക്കാം. അപ്പൂസിന് ഒരു 5 ചാൻസ് കൂടെ നമുക്ക് കൊടുക്കാം. അപ്പൂസ് ഈ പ്രാവശ്യം എന്താണല്ലോ ഏതെങ്കിലും ഒന്ന് എറിഞ്ഞ് വീഴ്ത്തുമെന്ന് നോക്കുന്നു, വിചാരിക്കുന്നു. അപ്പം അപ്പൂസെ അപ്പം റെഡി 1 2 3 സ്റ്റാർട്ട്. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഗൈസ് കിട്ടിയില്ല. ഫസ്റ്റിലത്തെ അവിടെ ഭിത്തിയെ കൊണ്ടുവന്ന് താഴെ വീണു. രണ്ടാമത്തെ എറിഞ്ഞ് കിട്ടിയില്ല. അപ്പോൾ മൂന്നാമത്തെയാണ്. ഓ റോള് കിട്ടി. ഓ അടിപൊളി.
അപ്പം മൂന്നാമത്തെ ചാൻസിൽ ഒരു ചോക്ലേറ്റ് റോൾ കിട്ടി. അപ്പം പിന്നെ അടുത്ത 4ാമത്തെ ചാൻസ്. ഓ കിറ്റ്കാറ്റ്, അടിപൊളി. ഓ അടിപൊളി. അപ്പൊ ഈ പ്രാവശ്യം ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അപ്പൂസിന്. ലാസ്റ്റ് ചാൻസ്. അപ്പൊ ലാസ്റ്റ് ചാൻസ് ഏതാണ് അപ്പൂസ് നോക്കാം. ഓ മിസ്സായി. അപ്പം ഗൈസ്, അപ്പൊ അവർ രണ്ടുപേരുടെയും കഴിഞ്ഞു. ഇനി ഞാനാണ് ഇനിയും ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അപ്പൂസ് ഇവിടെ അപ്പൂസ് ഇവിടെ നിന്ന് പിടിച്ചോളൂ. ഇവിടെ നിന്ന് ഡാഡിക്ക് കറക്റ്റ് ഇങ്ങനെ പിടിച്ചേക്കുന്ന, അപ്പൊ കറക്റ്റ് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ പിടിച്ചോ. നീ എവിടെ നിന്നാ പിടിക്കുന്നേ? ഇവിടെ നിന്ന് പിടിച്ചോ. ഇങ്ങനെ നിൽക്കേ. രണ്ടുപേരെ പിടിച്ചോ, ഒത്തിരി ഇതാക്കല്ലേ കേട്ടോ. ഓക്കെ. അപ്പൊ ഗൈസ്, ഞാൻ അപ്പം പോയി എറിയാം. അപ്പം നോക്കി ഇങ്ങനെ വെച്ചു. അപ്പൊ നിങ്ങൾ കറക്റ്റ്. ഓക്കെ. അപ്പൊ ഗൈസ്, എന്റെ ട്രൈ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ ഇച്ചിരി പുറമോട്ട് നിന്ന് ഇടുന്നേ. അപ്പൊ നമുക്ക് നോക്കാം കിട്ടുമല്ലോന്ന്. നമ്മളിത് എറിഞ്ഞിട്ടില്ല. പണ്ട് കൊച്ചിലൊക്കെ ഇങ്ങനെ കളിക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ നമുക്ക് അറിയത്തില്ല. എന്നാലും നോക്കാം. ഓ, ഡാർക്ക് ഫാന്റസി മിസ്സായി ഗൈസ്. ഡാർക്ക് ഫാന്റസി മിസ്സായി. അപ്പൊ ഇനി അടുത്ത വേറെ ഇത് നോക്കാം. നമുക്ക് അൽമറായുടെ ജ്യൂസ് നോക്കാം. അൽമറായുടെ ജ്യൂസ് കിട്ടി. ഇനി നമുക്ക് ഗുഡ് ഡേ നോക്കാം. നമ്പർ ഇപ്പൊ സൈഡിയുടെ കൂടെ ബിസിനസ്. അപ്പൊ ഗുഡ് ഡേ നോക്കാം. അയ്യോ, എത്രാമത്തെ ചാൻസ് ആയിരുന്നു? ഫസ്റ്റ് ചാൻസ് ഇത് കിട്ടുമല്ലോ. അപ്പൊ ഇത് ഫോർത്ത് ചാൻസ്. ഓക്കെ, ഫോർത്ത് ചാൻസ്. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ്. ഓ, അപ്പൊ എനിക്ക് ജ്യൂസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഗൈസ്. കഴിഞ്ഞു, ഡാഡിയുടെ കഴിഞ്ഞു. അപ്പൊ ഗൈസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിന്നർ അപ്പൂസാണ്. അപ്പൂസിന് 2 സാധനങ്ങളാണ് കിട്ടിയത്. ഏതൊക്കെയാണ് അപ്പൂസെ? ചോക്ലേറ്റ് റോളും കിറ്റ്കാറ്റും. അപ്പം അപ്പൂസാണ് വിന്നർ. ഇപ്പൂസ് നൈസായിട്ട് ഇട്ട് കിൻഡർ ജോയ് എടുത്തിട്ട് പോയി. അതെല്ലാം നിങ്ങൾക്കുള്ള, നിങ്ങൾ വെച്ചോ, അവിടെ വെച്ചോ. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഓരോന്നായിട്ട് കഴിക്കാം കേട്ടോ. അതൊക്കെ ഇപ്പൂസിനും അപ്പൂസിനും ഉള്ള. അപ്പൊ ഗൈസ്, നമുക്ക് എന്തോ പറഞ്ഞോ. നമുക്ക് 2 പേർക്ക്, നമുക്ക് 3 പേർക്ക്. നമുക്ക് 3 പേർക്ക്. ഓക്കെ. അപ്പൊ ഗൈസ്, നമ്മൾ കൂടുതൽ പുറത്തോട്ട് ആക്ടിവിറ്റിക്ക് പോകാത്തത്, നമ്മൾ കൂടുതൽ കറങ്ങാൻ പോകാത്ത എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്പൂസ് പറയും. ഭയങ്കര ചൂടാണ് ഗൈസ്. പുറത്തോട്ട് ഇറങ്ങി അപ്പം നമ്മൾ കരിഞ്ഞു പോകും ഗൈസ്. പിള്ളേരെ കൊണ്ടൊന്നും അധികം പുറത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ പോകാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 മണിയാണ് അല്ലേ. ഒരു നൈറ്റൊക്കെ ആകുമ്പോൾ ഇച്ചിരി ചൂട് കുറയും അല്ലേ. എന്നാലും ചൂടാണ്. അപ്പം ആ സമയത്തൊക്കെ പോയി നമുക്ക് വീഡിയോ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. കാരണം പിള്ളേരെ കൊണ്ടൊക്കെ പുറത്ത് പോകുന്ന ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഭയങ്കര റഷാണ് റോഡ്. ഇവിടുത്തെ ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരുടെ ഡ്രൈവിംഗ് ഹാർഷ് ഡ്രൈവാണ്. അപ്പം നമ്മൾ ഈ പിള്ളേരെ കൊണ്ട് പോയി എന്തിനും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഇതാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ടാണ് നമ്മൾ ഇൻഡോറായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് വരും. പിന്നെ അത്യാവശ്യം പുറത്ത് പോകുമ്പോൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ലുലുവിലൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് ഷോപ്പിങ്ങിന് പോകേണ്ടതായിട്ടുള്ളതുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിലും നമ്മൾ എടുക്കും അല്ലേ. അപ്പം നമ്മൾ വീഡിയോ എടുക്കും. അതുപോലെ തന്നെ നമ്മളിപ്പം ഇൻഡോറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, കുട്ടികൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ടുള്ള നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. അപ്പം പുതിയ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോസ് ചെയ്യണം എന്നുള്ള നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ നല്ല കാര്യമായിരിക്കും അല്ലേ. നമുക്ക് അതനുസരിച്ച് വീഡിയോ ഇടാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഫണ്ണി ഗെയിമാണ്. എല്ലാവരും ചെയ്യുന്നതാണ്. പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ നമുക്ക് ഇവർക്കൊരു താല്പര്യം, ഇവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റൂമിനകത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ എന്താണെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ വിജയിച്ചല്ലേ? അപ്പൂസ് വിന്നറാണ്. ഇപ്പൂസ് നൈസായിട്ട് കിൻഡർ ജോയ് എടുത്തോണ്ട് പോയ കള്ളനാണ്. നോക്ക് ഗൈസ്, അവനെ നോക്കി ഗൈസ്. നൈസായിട്ട് എടുത്തിട്ട് പോയി. അപ്പോൾ എനിക്കൊരു ജ്യൂസ് മാത്രമേ കിട്ടിയുള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അപ്പൂസാണ് ഇന്നത്തെ വിന്നർ. അപ്പൂസാണ് ഗുഡ് ബോയ്. അപ്പം പിന്നെ എന്താ പറയുക, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ അപ്പൂസിനെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നല്ല വീഡിയോസൊക്കെ വരും. നിങ്ങളപ്പോൾ കമൻറ്റ് ചെയ്യുക എന്തൊക്കെ വീഡിയോസ് വേണമെന്നുള്ളത്. എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള അതാണല്ലോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം പൊതുവെ ചൂടാണ്. ഇനിയിപ്പോൾ സെപ്റ്റംബർ വരെ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇത് സാഹചര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അപ്പൂസിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൂസിൻ്റെ വീഡിയോസ് വരുമ്പോൾ ഇപ്പൂസിൻ്റെ വീഡിയോ വരുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അടിച്ച് പൊട്ടിക്കുക. എന്നാലേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അല്ലേ അപ്പൂസേ? എല്ലാവരുടെയും സപ്പോർട്ട് അപ്പൂസിനും ഇപ്പൂസിനും വേണം. ഇപ്പൂസിനും വേണോ സപ്പോർട്ട്? എല്ലാവരുടെയും വേണോ? അപ്പൊ എല്ലാവരും പറ, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും എന്റെ വീഡിയോ കാണണം. പറ, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും അടുത്ത പുതിയ വീഡിയോ വരുന്നവരെ ബൈ പറ. ബൈ പറ. ഓക്കെ, ബൈ.